ഈ രേണുസുതിക്ക് എന്തിന്റെ കേടാണ്? വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറയാണ്. ഇവരുടെ സ്വഭാവം ഓന്തിനെ പോലെയാണ്. കുറച്ചു നേരത്തേക്ക് കരയും, കുറച്ചു നേരത്തേക്ക് ചിരിക്കും. എന്തൊക്കെയാണ് രേണുസുതി കഴിഞ്ഞ ദിവസം യൂട്യൂബ് ചാനലിട്ട വീഡിയോയ്ക്ക് വന്ന കമന്റുകൾ. എന്തൊക്കെയാണെങ്കിലും രേണുസുതി കിച്ചുവിനെതിരെ പ്രതികരിച്ചു. അത് അവിടെ തീർന്നു. അവര് രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു പ്രശ്നമാണ്. രേണുസുതിക്കെതിരെ കിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ കിച്ചുവിനെതിരെ രേണുസുതിയും പറഞ്ഞു. അതിനകത്ത് വലിയ തെറ്റൊന്നുമില്ല. അമ്മയാണ്, പക്ഷെ തിരുത്താൻ പോയില്ല. അമ്മ വിളിച്ചൊന്ന് സംസാരിച്ച പോലെ. ഇതൊക്കെ ഫോൺ വിളിച്ച് തീർക്കേണ്ട പ്രശ്നങ്ങളല്ലേ? എന്തിനാണ് വെറുതെ സോഷ്യൽ മീഡിയയിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. പക്ഷെ രേണുസുതിന്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം. അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. നമ്മൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കുന്നത്. ഒരാളെ കുറ്റം പറയുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു 100 വട്ടം ചിന്തിക്കണം. അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ശരിയുണ്ടോ? കിച്ചു ആ ഒരു സബ്സ്ക്രിപ്ഷൻ വീഡിയോ കാണിച്ചിട്ടാണ്. രേണുസുതി അത് പറയുന്നുണ്ട്. അവൻ പൈസ ചോദിക്കുമ്പോഴൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ രേണുസുതി സബ്സ്ക്രിപ്ഷനിലൂടെ പൈസയാണ് ഉണ്ടാക്കുന്നത്. തന്റെ ചികിത്സയ്ക്കും തന്റെ മകനെ നോക്കാനും വേണ്ടി പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനത്തെ ഓരോ വീഡിയോകൾ കാണിക്കുന്നത്. അത് അവരുടെ ഇഷ്ടമാണ്. അതിനെ നമ്മൾ ചോദ്യം ചെയ്തിട്ട് നമുക്ക് യാതൊരുവിധ കാര്യമില്ല. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടമാണ്. സബ്സ്ക്രിപ്ഷനകത്ത് എന്ത് വീഡിയോ ഇടണം, എങ്ങനത്തെ വീഡിയോ ഇടണം എന്നൊക്കെ ഉള്ളത്. അത് രേണുസുതി പറഞ്ഞിട്ടുണ്ട്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്യുള്ളൂ. അപ്പൊ അതിനകത്ത് കയറി നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അവർ ഓൾറെഡി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും, എനിക്കിഷ്ടമുള്ള വീഡിയോ ഞാൻ ഇടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴിതാ രേണുസുതിനെ കാണാനായിട്ട് അനുമോള്, ആദില, നൂറ ഇവർ 3 പേരും പോയിട്ടുണ്ട് രേണുസുതിനെ കാണാൻ. പലരും ബിഗ് ബോസിൽ പലരും പറയുന്നുണ്ട് എപ്പോഴും രേണുസുതിനെ വീഡിയോ കോൾ ചെയ്ത് വിളിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് പലരും പറയുന്നുണ്ട്. പക്ഷെ രേണുസുതിനെ കാണാൻ ആത്മാർത്ഥമായിട്ട് പോയത് ഇവർ 3 പേരും തന്നെയാണ്. കിച്ചുവിനെ കാണണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കിച്ചു റിതപ്പനെ കാണാൻ പോയി. പക്ഷെ അവിടെ നിന്ന് ചെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞ്. അമ്മേനെ കാണാൻ പറ്റില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പോവാതിരുന്നതെന്നാണ് കിച്ചു പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നമ്മുടെ അനുമോള്, ആദില, നൂറ അവരൊക്കെ പോയിട്ടുണ്ട്. ബിഗ് ബോസിനകത്ത് ഉണ്ടായിരുന്ന ആ ഒരു രേണുവിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരാൾ എന്ന് പറയുന്നത് അത് അനുമോള് തന്നെയാണ്. രേണുസുതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുതിക്ക് ഇഷ്ടമല്ല. രേണുസുതിനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ റിയാക്ട് ചെയ്യും. അത് മനുഷ്യന്റെ ഒരു ഇതാണ്. നമ്മൾ റിയാക്ട് ചെയ്തു പോകും. അതിപ്പോ യൂട്യൂബിൽ വന്നിട്ട് റിയാക്ട് ചെയ്യണോന്നാണ് പലരും ചോദിക്കുന്നത്. കിച്ചുവിനെ ഫോണിൽ വിളിച്ച് റിയാക്ട് ചെയ്താൽ പോരായിരുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം കിച്ചുവിന് ഇതൊന്ന് ഫോൺ വിളിച്ച് അമ്മേനോട് സംസാരിച്ചാലും പോലെ. രേണുസുതി എന്താണെങ്കിലും ജീവിതത്തോട് പോരടിച്ച് ഞാൻ ഈ ഒരു രോഗത്തെ സർവൈവ് ചെയ്തിട്ട് തന്നെ വരുന്നതാണ് രേണുസുതി പറയുന്നത്. രേണുസുതി പറയേണ്ടത് ഞാൻ വന്നു കഴിഞ്ഞാലും ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി എൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്ന സുവിശേഷ വേലയ്ക്കായിട്ട് എൻ്റെ ജീവിതം ഞാൻ മാറ്റാൻ പോവുകയാണ്. എനിക്ക് ജോലി ഉണ്ടെങ്കിലും പക്ഷെ ഞാൻ ജോലിയൊക്കെ ചെയ്യും. പക്ഷെ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇനി ഞാനൊരു പ്രേക്ഷിതയാകാൻ പോവുകയാണ് എന്നാണ് നമ്മുടെ രേണുസുതി പറയുന്നത്. എന്താണെങ്കിലും പൂർവാധികം ശക്തിയോടെ രേണുസുതി ആ രോഗത്തെ കീഴടക്കി എത്രയും പെട്ടെന്ന് തന്നെ പൂർവ്വ ആരോഗ്യവതയെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം.